അപ്പോൾ ഞാൻ റൂം അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. വസായിലൊരു റൂമുണ്ടെന്ന് പറഞ്ഞ് ഒരു ബ്രോക്കർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ എൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവൾ രാവിലെ ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പം അവളും കൂടെ ഫ്രീ ആവണ ഒരു സൺഡേ ഞങ്ങൾ പോയി നോക്കിയിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊസീഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഷെയർ ഓട്ടോയുണ്ട്. ഈ ഓട്ടോയൊക്കെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അതിന് മുമ്പേ ആയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ഒരു ചായ കുടിച്ചിട്ട് പോകുന്നതല്ലേ എൻ്റെ ഒരു ഓ ഭയ്യ ഏക് ചായ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വിരാർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ കിട്ടി. ഒരു ഷെയർ ഓട്ടോയാണ്. അപ്പോൾ ഇതിൽ ഒരു 3-4 പേര് കയറിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഷെയർ കൊടുത്താൽ മതി. അപ്പം ഒരാളെയും കൂടെ കയറ്റാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നല്ല റഷ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കേരളം കുറച്ചുകൂടി ബെറ്റർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമൊക്കെ വരുമ്പോഴാണ് കേരളം പൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓർഗനൈസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, ആൾക്കാരും കുറച്ച് പൊളിയാണ് ഇവിടത്തേക്ക്. പിന്നെ ഇവിടെ മിക്സഡാണ്, എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാ കൾച്ചറും കൂടെ ഒക്കെ അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഈ ഡെവലപ്മെൻറ്റൊക്കെ സ്റ്റിൽ ഇവരെന്താ കൊടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ആണോ, സ്റ്റിൽ ഇങ്ങനത്തെ ഒരു വൈബ് തന്നെയാണ് ഇവിടെ. ഫുള്ള് സ്ട്രീറ്റ്സ്, ഫുള്ള് വഴിയിലിങ്ങനെ ആൾക്കാരെ വിൽക്കുന്നു. അവിടെ മന്ദറൊക്കെ ഉണ്ട്. ആണോ, ഫുള്ള് ഇപ്പോഴും ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു വലിയൊരു ബസാർ അങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളതിന് പകരം ഇവരിപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. അനങ്ങുന്നില്ല, പതുക്കെയാണ് പോകുന്നത്. കാരണം നല്ല ബ്ലോക്കാണ്. അവിടെയൊക്കെ ഇങ്ങനെ കയറ്റി പോവുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എത്തി ഒരു വേറെ കാര്യം. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നേരെ വസായിക്ക് പോകണം. ഒരു 2 സ്റ്റേഷനേ ഉള്ളൂ, പെട്ടെന്ന് എത്തും. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പ്രൊസീഡിങ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് വരും. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ നടക്കുവാണ്. അപ്പോൾ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു ട്രെയിൻ കാണും. ഇവിടെ ട്രെയിൻ നോക്കാൻ ഒരു ഇൻഡിക്കേറ്റർ ആപ്പ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കി നോക്കാം ഏത് ട്രെയിനിലാണ് ഇപ്പോൾ ഉണ്ടോ. അത് നോക്കിയിട്ട് ഇതൊരു വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റർ ആപ്പ്. നമുക്കിവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ നോക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. വിരാർ ടു വസായി ഇപ്പോൾ വന്നത് 12:38 ട്രെയിനുണ്ട്. അപ്പോൾ അത് ഏത് പ്ലാറ്റ്ഫോമാണെന്ന് നോക്കാനായിട്ട് പ്ലാറ്റ്ഫോം 3യിലാണ് വരുന്നത്. നല്ല തിരക്കാണ് കണ്ടോ. എപ്പോഴും ആൾക്കാരിങ്ങനെ പൊക്കോണ്ടിരിക്കും. രാത്രിയായാലും ഇങ്ങനെ ആൾക്കാർ പൊക്കോണ്ടിരിക്കും. ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഇതാണോ എന്നറിയില്ല. ഇതിങ്ങനെ വിട്ടവിടെ പോകും. ഇങ്ങനെ ചടപടേന്ന് പോകും. ഓ ഭയ്യ വസായി ജാരെ വസായി. അപ്പോൾ വസായി പോവും. കണ്ടോ, ട്രെയിൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകും. നല്ല ഫാസ്റ്റ് കിട്ടും പെട്ടെന്ന്. കണ്ടോ, അത് ചാടി കയറാനൊന്നും നടക്കത്തൊന്നുമില്ല. കേട്ടോ, എത്ര പെട്ടെന്ന് സ്പീഡായെന്നുണ്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ട്രെയിനൊക്കെ എടുത്ത് പയ്യല്ലേ വരത്തുള്ളൂ. ഇതുണ്ടോ, ഇത് ഇവിടെ നല്ല സ്പീഡായി കഴിഞ്ഞു. ഇവിടെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ലോക്കൽ ട്രെയിൻസ് ഇഷ്ടം പോലെ വരും. അതിനൊരു കുറവും വരുന്നില്ല. ഇവിടുത്തെ ഒരു മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രെയിൻ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. കേട്ടോ, എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഫുൾ ടൈം ഇങ്ങനെ ലോക്കൽ ട്രെയിൻ. ഇവിടെ ബസ്, ഓട്ടോ, ബൈക്ക്, റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര നല്ല റഷാണ്. പാടാണ് പോകാനായിട്ട് പാടാണ്. നമുക്കിപ്പോൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബസ്സായി. ബൈ റോഡാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. ബൈ ഓട്ടോയ്ക്ക് ഒരു 500 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ഇത് വന്നിട്ട് നല്ല സുപ്പാറയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത
സ്റ്റേഷനാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. വസായി റോഡ് എത്തിയിരിക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഇറങ്ങും. ഇനി ഇറങ്ങിയിട്ട് ഇനി ഇവിടെ വസായി ഈസ്റ്റിലോട്ട് പോകാറുണ്ട്. അവിടെ നിന്ന് മധുബൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. ഇവിടെ എസ്കലേറ്ററൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മെയിൻ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് കയറുന്ന സീൻസൊക്കെ ആയിരുന്നു. ഈ ലഗേജും കൊണ്ട് സ്റ്റെപ്പ് കയറുന്നതും ചിലയിടത്ത് ലിഫ്റ്റൊന്നും ഇല്ലായിരുന്നു, കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. വസായി ഈസ്റ്റിലോട്ട് പോവുകയാണ്. പിന്നെ എന്തായാലും മറ്റേ പുള്ളിക്കാരനെയും കൂടെ ഒന്ന് വിളിക്കാം. പുള്ളി ഫോൺ എടുക്കുന്നില്ല. എന്തായാലും ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വിളിക്കാം. അപ്പോൾ ആദ്യം ഒരാളെ വിളിച്ചു, അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പം അടുത്തൊരു കോണ്ടാക്ട് കിട്ടി. അങ്ങനെ നടക്കുവാണ്. അയാളുടെ ഷോപ്പോ ബ്രോക്കർ ഓഫീസോ അങ്ങനെ എന്തോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുവാണ്. മുംബൈ തീരങ്ങളിൽ കൂടെ ഇങ്ങനെ അലഞ്ഞ് നടക്കുവാണ്. ഇനി ഇവിടെ നിന്നൊരു ഡീവിയേഷനുണ്ട്. അപ്പോൾ എങ്ങോട്ടാണെന്നൊരു പിടുത്തമില്ല. ആരടുത്തെങ്കിലും ചോദിക്കാതെ तो भैया वो साईं बाबा का मंदिर सीधा थोड़ा आगे यही इधर ही हाँ ठीक है. അപ്പോൾ അതേ അവിടെ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ബോർഡുണ്ട് അതിൻ്റെ തൊട്ടടുത്തെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ പുള്ളി ഒന്ന് വിളിച്ചു നോക്കാം. हाँ भैया मैं ये साईं बाबा का मंदिर का सामने खड़े. आप किधर है? पीछे. हाँ 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 दिखा ओके അവിടെ ഉണ്ട്. ഹലോ उसी में है बिल्डिंग, पहले दिखा देते. അപ്പോൾ ഇതാണ് ബായ് ഹായ് ബോലു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്ന ബിൽഡിങ്. ഇത് അത്യാവശ്യം കുറച്ച് പഴയ ബിൽഡിങ്ങൊക്കെയാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മളിത് അകത്തോട്ട് പോവുകയാണ്. എങ്ങനെയാണ് റൂമെന്ന് നോക്കാനായിട്ട്. അത്യാവശ്യം വലിയ ഇതൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. ഇതിനൊരു 15,000 രൂപയ്ക്ക് ചോദിക്കാൻ പറ്റും സാർ. ഇതൊക്കെ ഇടിൻ്റെ തലയിൽ കൂടെ ആവോ എന്നുള്ള അവസ്ഥയിലാണ്. അത് ഇതൊന്നും അത്ര സേഫല്ല ഈ സൈഡ്. പക്ഷേ അകത്തോട്ടൊക്കെ വലിയ കുഴപ്പമില്ല. 3rd ഫ്ലോറിലാണ്. ഇതാണ് റൂം. അപ്പോൾ ഈ റൂം നോക്കിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. റൂം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് പഴയ റൂമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പുതിയ റൂംസിൻ്റെയൊക്കെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇത് ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളിപ്പം നോക്കിയത്. പുറമേ നിന്ന് കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. 10,000 റെൻറ്റ്. പക്ഷേ ആ ഒരു ക്ലീൻനെസ് ഒന്നും അങ്ങോട്ട് ഇല്ല. ഏരിയയൊക്കെ കൊള്ളാം, എനിക്ക് ഓക്കെയാണ്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഇപ്പോൾ രാവിലെ അവക്കായാലും എനിക്കായാലും ജോലിക്ക് പോകാനായാലും കുറച്ച് നൈസാണ്. പക്ഷേ സീൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പുതിയ റൂമൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഞാനിങ്ങനെ തിരിച്ച് അങ്ങോട്ട് നടക്കുവാണ്. ഇപ്പോൾ എനിക്ക് മറ്റേ പുള്ളിയുടെ കോണ്ടാക്റ്റ് ഇപ്പോൾ കിട്ടിയായിരുന്നു. മറ്റേ പുള്ളി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. മധുബൻ അഗർവാൾ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നടന്നിട്ട് അവിടെ നിന്ന് ബസ് കയറണം. ഓട്ടോ കയറണം. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പം എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. 1:30 എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമല്ലേ, നല്ല വിശപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ദോശയൊക്കെ ഉണ്ട്. അപ്പം ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പ്ലെയിൻ ദോശ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. भैया प्लेन दोशा है ना, मसाला नहीं चाहिए, प्लेन दोशा है. सादा दोशा കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് സാധാ ദോശ. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് വന്നാലും നമുക്ക് ദോശയൊക്കെ കിട്ടുന്നുണ്ടല്ലേ. അത്യാവശ്യം നല്ല ദോശയാണ് തോന്നുന്നത്. ആ കുഴപ്പമില്ല, നമ്മളവിടെ കിട്ടുന്നൊരു ഫീലൊക്കെ ഉണ്ട്.
തിരക്കില്ല. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം, മധുപള്ളിയിലോട്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഓട്ടം പിടിക്കാൻ വേണ്ടി നടക്കുവാണ്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇങ്ങനെ കിടക്കും, ഇതിൽ സീനിയോറിറ്റി അനുസരിച്ച് കിടക്കുവാണ്. ഓ മധുബൻ അഗർവാൾ हाँ प्राइवेट है नहीं शेयर में वो बाहर गेट तक गेट के बाहर എന്തേ ഷെയറാണ്. അപ്പം ആൾക്കാർ വരുന്നതനുസരിച്ച് വണ്ടി എടുക്കുന്നത് കണ്ടോ. ഇവരുടെ സിസ്റ്റം കണ്ടോ, ഇങ്ങനെ വണ്ടി നീങ്ങി പോകും. ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി ആദ്യം പോകും. ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പിന്നെ മധുബൻ അഗർവാളിലോട്ട് പോകണം. അവിടെ ഒരു റൂം 1 BHK റൂം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം, എങ്ങനെയുണ്ടെന്ന് നോക്കണം. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഫ്ലാറ്റ്സൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഹോട്ടലിൽ ഇങ്ങനെ പോകാം. ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേട്ടോ. വിരാറിലെ പോലെ വലിയ വൃത്തിക്കുറവൊന്നുമില്ല. അതിൻ്റെ വൃത്തിയും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് മറ്റേ പുള്ളിയെ വിളിക്കണം. വിളിച്ചിട്ട് ആ റൂമും കൂടെ പോയെന്ന് നോക്കണം. പിന്നെ നോക്കിയിട്ട് എന്തായാലും ഒരു ഈ വീക്കിൽ തന്നെ ഒരെണ്ണം ചൂസ് ചെയ്ത് അങ്ങോട്ട് മാറണം. അതാണ് പ്ലാൻ. കാര്യം നമുക്ക് മാറിയാലേ അവരുടെ പപ്പയ്ക്കും അമ്മയ്ക്കും മാത്രം വിരാറിലോട്ട് വരാൻ പറ്റും. അത് അവരുടെ റൂമല്ല, നമുക്ക് എന്തായാലും വേറെ അടുത്ത് മാറേണ്ടിയിരിക്കുന്നു. ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയായിരുന്നു. ഓട്ടോ പോകുന്നു. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തോട്ട് പോകാനുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതേ ഈ ബൈക്കിൻ്റെ കൂടെയാണ് നമ്മൾ അതേ നോക്കി പോകുന്നുണ്ട്. आप साउथ के हो क्या? हाँ केरला साउथ के लोग बहुत हम्बल होते हैं. मैं बहुत रिस्पेक्ट करता हूँ. दिल से मेरे को अच्छे लगते हैं. तो वहाँ के लोग बहुत हम्बल है, बहुत हम्बल है. अभी ये 1 BHK में 40 लाख में फुल पैकेज में एक कर्मा. हाँ. ये ग्लैडियस है, ये कर्मा हाइट्स है, ये अग्रवाल एक्सोटिक है. यहाँ पे पूरी फैमिली रहती है. ഇവിടെ ഫുള്ളും അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. കേട്ടോ, ഓരോരോ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇത് വിൽക്കാനും ഉണ്ട്. അങ്ങനെ അതാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റൂം. കുട്ടി കാര്യമൊക്കെ ഉണ്ട്, കുറച്ച് സേഫ്റ്റിയൊക്കെ ഉണ്ട്. റൂം ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോവുകയാണ്. ലിഫ്റ്റ് കയറുവാണ്. കയറിയിട്ട് നമുക്ക് എങ്ങനെയാണ് റൂമെന്ന് നോക്കാം. നോക്കിയിട്ട് ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യം. 10th ഫ്ലോറിലാണ്. കൊള്ളാം, അത്യാവശ്യം റൂമൊക്കെ നൈസാണ്. അപ്പോൾ ഇതാണ് റൂം. ഹായ്. കൊച്ചൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരിനി ഇവിടെ നിന്ന് വെക്കേറ്റ് ആവണം. എന്തായാലും നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ഓക്കെയാണ്, പക്ഷേ ട്രാവലിംഗ് മാത്രമാണ് വിഷയം. നല്ല ഫ്ലാറ്റാണ്, കാണാനും അത്യാവശ്യം വൃത്തിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഷോപ്സ് കാര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പോയി നോക്കാം, എന്താണെന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് സെറ്റിലാക്കും. ഇവിടെ ഫുള്ളും ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഫുള്ള് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഷോപ്പ് കാര്യമൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. നമ്മൾ കണ്ടില്ലേ, അപ്പോൾ ആ ബിൽഡിങ്ങിന് തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഷോപ്പായിട്ടൊരു ഓർഗനൈസ് ആക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു വൈബൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ഈ പൊടി ഇതൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ. ഇത് ഇവരുടെ ഓഫീസാണ്. ഇവിടെ ഓഫീസിൽ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചായ സംസാരിച്ചിട്ട് വേറെ വല്ലതും കിടപ്പുണ്ടോ എന്തായാലും സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം. ചായയൊക്കെ ഉണ്ട്.
കുഞ്ഞു ഗ്ലാസ്സാണ്, ചെറിയ ഗ്ലാസ്സാണ്, ഒരു കുഞ്ഞു ഗ്ലാസ്സിലേക്ക്. അപ്പോൾ ഞാൻ ആ റൂം നോക്കിയിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. ഓട്ടോയിൽ വെയിറ്റ് ചെയ്യുകയാണ്, ഷെയർ ഓട്ടോയാണ്. അപ്പോൾ ഇനി ഒരു 3-4 പേര് ഇവിടെ വന്നാൽ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല പൊടിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. അല്ലാമെങ്കിൽ ഓക്കെയാണ്, എനിക്കാണെങ്കിൽ ഡസ്റ്റ് അങ്ങോട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യം അത് നോക്കിയ റൂം കുറച്ച് ബെറ്ററാണ്. റൂം ഒന്ന് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ നൈസാണ്. ആ ഏരിയയും കാര്യമൊക്കെ നൈസാണ്, ഇഷ്ടപ്പെട്ടു. മിക്കവാറും നമ്മൾ അത് തന്നെ ഫിക്സ് ചെയ്യാനാണ് ചാൻസ്. കാര്യം ഇത്രയും ട്രാവൽ ചെയ്യുന്ന അതിനേക്കാളും ജസ്റ്റ് വോക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പം അത് തന്നെ ഫിക്സ് ചെയ്യാനാണ് ചാൻസ്. ഇനിയിപ്പോൾ അവൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഏതാണെന്ന് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഓട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ട്, ഇങ്ങനത്തെ സിസ്റ്റമാണ് ഇവിടെ. ഈ ഫ്ലാറ്റൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഫ്ലാറ്റ്സ് ഉണ്ട്. ഫ്ലാറ്റൊക്കെ നൈസ് ഫ്ലാറ്റായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലാറ്റ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് പറ്റിയ ഒരു ഫ്ലാറ്റ് തന്നെയാണ്. നല്ല ലൈറ്റും കാര്യം 10th ഫ്ലോറിലായിരുന്നു, ഉദ്ദേശിച്ച പോലെ ടോപ്പിലാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ബാക്കി കാര്യം കൂടെ നോക്കിയല്ലേ പറ്റത്തുള്ളൂ.